വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. സോ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ടോണിങ് ചെയ്യും. നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ആക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് സിറാമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്തിലേക്ക് ആദ്യമേ നമ്മൾ ടോണിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വി നീഡ് ടു വെയിറ്റ് ഫോർ എ പർട്ടിക്കുലർ മിനിറ്റ് ഓർ എ സെക്കൻഡ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മേക്കപ്പിൻ്റെ ബേസായിട്ട് എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈമർ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു മേക്കപ്പിൽ ഞാനൊരു പ്രൈമർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 1 to 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മേക്കപ്പൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം കളർ കറക്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് തന്നെ യൂസ് ആക്കണം എന്നൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ള ബ്രഷ് കളർ കറക്ഷൻ ചെയ്യേണ്ട ബ്രഷല്ല, വേറെ ബ്രഷാണ് കേട്ടോ. കളർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നനുസരിച്ചിട്ട് സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സൈഡിലും ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളർ കറക്ടറാണ് യൂസ് ആക്കുന്നത്. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാം എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ആ ഒരു പാലറ്റിൽ നിന്നാണ്. നമുക്ക് വെവ്വേറെ വാങ്ങണമെങ്കിൽ നമുക്ക് വെവ്വേറെ വാങ്ങാം. പക്ഷേ ഇത് ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ആക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബ്രഷ് എന്ന് പറയുന്നത് ശരിക്കും കളർ കറക്ഷന് വേണ്ടിയിട്ട്, ലൈക്ക് നമ്മുടെ ഫേസിന് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളതല്ല. അതാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓറഞ്ച് കളർ കറക്ടർ എവിടെയൊക്കെയാണോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വേറൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഫുള്ളും സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഫുള്ള് ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്തതായിട്ടുള്ള പ്രോസസ്സ്, ദാറ്റ് മീൻസ് നമുക്ക് ഫൗണ്ടേഷൻ ഓർ കൺസീലർ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. ഇത് രണ്ടും, ഈ പാക്കിൻ്റെ കൺസീലറും ഈ ഒരു ലാക്മി 9to5 പവർ പ്ലേ പ്രൈമിങ് ഫൗണ്ടേഷൻ, ഇത് രണ്ടെണ്ണമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, സോ എനിക്കിവിടെ എൻ്റെ ലാക്മിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2 ഷെയ്ഡ് കൂടുതലായിട്ടുള്ളതും ആൻഡ് പാക്കിൻ്റെ കൺസീലർ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളതുമാണ്. സോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴത്തെ ഷെയ്ഡ് കറക്റ്റായിട്ടുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ളതുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് വൺ ഇറ്റ് സെൽഫ്. നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് സെറ്റ് ചെയ്യാം, നമുക്കിന്ന് സെറ്റ് ചെയ്യണ്ടേ. നമുക്ക് ഫിറ്റ്മിയുടെ ഈ ഒരു ഞാൻ മിക്കപ്പോഴും എടുക്കുന്ന ഈ ലൂസ് പൗഡർ എന്നൊന്ന് കുറച്ചെടുത്തിട്ട് ഡാമ്പ് ചെയ്ത് നമ്മൾ കളയണം. എന്നിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിന്നൊരു നൈറ്റും കൂടെ ആണ് പോകുന്നത്. ഓക്കെ ഗൈസ്, ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. സോ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ബേസ് ഞാൻ ഈ ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള കാണുന്നുണ്ടോ, ഇതാണ്. ഓക്കെ, ഇത് കുറച്ചെടുത്തിട്ട് ഡാബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇടാൻ. ഓക്കെ, പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ സംഭവങ്ങളൊന്നും നോക്കണ്ട, അതൊക്കെ നമുക്ക് മസ്കാര വെച്ചിട്ട് റെഡിയാക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്കിടാം. അപ്പോൾ ഇവിടെ ഞാൻ ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ആക്കുന്നത്. ഐ ആം ഡൺ വിത്ത് മൈ ഐ മേക്കപ്പ്. ഇത്രയും മതി ഐ മേക്കപ്പ്, ബിക്കോസ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടുമാണ് പോകുന്നത്, ലൈക്ക് മുല്ലക്ക് ചെറുപ്പിനാണ് പോകുന്നത്. സോ അടുത്തതായിട്ട് ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പോകും. സോ ഡെയിലി വിയറിനൊക്കെ ആണെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ടുള്ള ഒരെണ്ണമാണ്. I love to put blushes.
ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇൻസൈറ്റിൻ്റെ പ്രോ പ്രൊഫഷണൽ എയർ ബ്ലഷ് എല്ലാം മാഞ്ഞു പോകും. ശരിക്കും ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഡ്യൂ ടു ഈ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റും അതേപോലെ തന്നെ ക്യാമറയുടെ എഫക്റ്റ് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ബ്ലഷ് ഇട്ടിട്ടുള്ളത് ശരിക്കും നന്നായിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചധികം ഞാൻ കളഞ്ഞിട്ടുമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സ്കിൻ നമ്മൾ ഫസ്റ്റ് പ്രെപ്പ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലിപ്പ് നമ്മൾ പ്രെപ്പ് ചെയ്യണം. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഒരു ലിപ്പ് ബാമാണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫിറ്റ്മിയുടെ ഐലൈനറാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഓപ്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ലാക്മിയുടെ ഈ ഒരു മാറ്റെ മെൽറ്റ് മിനി ലാക്മി ആബ്സല്യൂട്ടിൻ്റെ, അത് നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് സോ ഞാനിവിടെ ലാക്മിയുടെയും ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കും മിക്സ് ചെയ്തിട്ടിടാമെന്നായിരുന്നു ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ലാക്മിയുടെ തന്നെ ഇടാമെന്ന്, കൂടുതൽ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.